ഓക്കെ എടാ ഞാൻ ആ സൈഡിൽ ഇരിക്കും. ഏത് ഇവിടെ എന്നാ ഞാൻ പറഞ്ഞു എന്താണ് കാര്യം പറ. അതാണ് മുണ്ടാകത്തിരുന്നിട്ട് ഒരു കാര്യം. അതാ നീ ഇങ്ങനെ ഉണ്ടാണ്ടിരിക്കേണ്ട കാര്യം പറയാ. ഒന്നാമെന്ന് വെച്ചാൽ ക്യാമറന്റെ ഷൈപ്പ് മാറിയില്ല. ആയിരിക്കും എനിക്ക് കഴിയൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്താണ് എന്നും നമ്മള് കാര്യം പറ. പുട്ടുപൊടിയോ? പുട്ടുപൊടിയാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഞങ്ങൾക്കൊരു പുട്ടുപൊടിന്റെ ടോപ്പിക്ക് പറയാനുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പറയാൻ എനിക്കല്ല, പുട്ടുപൊടി മേടിച്ച ശ്രീകാന്തിനാണ്. ശ്രീകാന്ത് പറയൂ. പൊളി സാധനം ഞാൻ പറയൂല. ഏത് പുട്ടുപൊടി വെച്ച് മേടിച്ചത്? പുട്ടുപൊടിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഞാനെപ്പോഴും ഈ ചപ്പാത്തി ആണല്ലോടാ റൂമില്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയും കൂട്ടിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതാ വീട്ടിലേക്ക്. അപ്പം അവിടെ ഈസ്റ്റേണിൽ ഒരു പെൺകുട്ടി നിൽക്കും. ഈസ്റ്റേണിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി. ബ്രാൻഡ് മനസ്സിലായല്ലോ. കാര്യം മനസ്സിലാവും. കുട്ടീനായിട്ട് ചുമ്മാ കമ്പനി അടിക്കാൻ ചെന്നു. കമ്പനി അടിച്ചു. നമ്പർ മേടിച്ചു? ഇല്ല, നമ്പർ വാങ്ങിച്ചില്ല. ഇല്ല, പുട്ടുപൊടി മാത്രം മേടിച്ചു പോരാ. സംസാരിക്കാൻ ചെന്നതല്ലേ. പറയും. അപ്പൊ അമ്മയും ഉണ്ടായത് കണ്ടിട്ട് ഞാൻ പിന്നെ കൂടുതൽ വർത്താനം പറയാൻ നിന്നില്ല. അപ്പൊ കുട്ടി കാര്യങ്ങളെ പറ്റി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കണേ. ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണേ. കുറച്ച് ഉറക്കെ പറഞ്ഞു. ചിലപ്പോൾ മേ ബി ക്യാമറ കുറെ ദൂരത്തായതുകൊണ്ട് കേൾക്കാൻ ചാൻസ് കുറവ്. നമുക്ക് മൈക്കൊന്നുമില്ല, ദാരിദ്ര്യമല്ലേ നമുക്ക്. ക്യാപിറ്റലിലെ സൗണ്ട് 100 ആക്കാം. ഇൻഷോട്ടിലും ആക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്കിനും ഫ്ലോ എങ്ങനെ കളകി. അങ്ങനെ ഞാൻ ചപ്പാത്തി നിന്ന് മടുത്തത് കൊണ്ടിട്ട് ഞാൻ കരുതി പുട്ടുണ്ടാക്കാം. അപ്പൊ എന്ന് പറഞ്ഞത് ഇൻസ്റ്റന്റ് ആണ്. ഇടിയപ്പം ഉണ്ട്, പിന്നെ പുട്ടുപൊടി ഉണ്ട്, പിന്നെ എന്താ ഉപ്പുമാവുണ്ട്, നെയ്യുപ്പുമാവുണ്ട്. ഇതിലില്ല, ഇതിലൂടെ താത്തനോട് നയിക്കാം. അതെ, പിന്നെ ഉപ്പുമാവുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇടിയപ്പം തീർന്നു എന്ന് പറഞ്ഞു. പൊടി എന്തോ ഡ്രൈ ആണ്, എന്താണെന്ന് എനിക്കറിയില്ല. അത് കിട്ടുമ്പോ അടുത്ത വീഡിയോയിലാണെങ്കിൽ ഞങ്ങൾ ഇടിയപ്പം ടോപ്പിക് ആക്കാം. അല്ല, ഇടിയപ്പത്തിന്റെ പുട്ടുപൊടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വെള്ളപ്പൊടിയാണ് പുട്ടുപൊടി. പുട്ടുപൊടിന്റെ പൊടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഇത് വെള്ള കളറാണ്. അതാണ്. മറ്റേ ചെമ്പാ പുട്ടുപൊടിയൊക്കെ അല്ലേ? അതൊന്നും ഇല്ലടാ. അല്ല, ശരിക്കും ചെമ്പാ പുട്ടുപൊടി കണ്ടിക്കണോ ചെയ്യും? അല്ല, കാപ്പിയാണ്. ഓക്കെ, കറുപ്പ് എന്ന് പറയില്ല. കറുത്ത പുട്ട് നമുക്കില്ല. കറുത്ത പുട്ടില്ല. ഓക്കെ, കാപ്പി പുട്ട്. അതെ, റാഗി കറുപ്പാണ്. അല്ല, റാഗി ചുമപ്പല്ലേ? റാഗി കാണാൻ ചുമപ്പാണെങ്കിലും പക്ഷെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരുമാതിരി മറ്റേ സാധനം എനിക്ക് ഇഷ്ടപ്പെടാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എത്ര തേങ്ങ ഇട്ടിട്ടും കാര്യമില്ല. അതെ, അങ്ങനെ അല്ല. പിന്നെ എന്താ പറയാ, പുട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പുട്ടൊരു പുട്ടാണ്. പുട്ടാണ്, മനസ്സിലായി. പുട്ടാണ്. അല്ല, സംഭവം ഞാൻ പറയുകയാണെങ്കിൽ സാധനം അവർ പറഞ്ഞത് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിക്കുക, ചൂടുവെള്ളം ഒഴിക്കുക, ആ പൊടി ഇടുക. 2 കുറ്റിക്കുള്ള പുട്ടുണ്ട്. 69 രൂപ. 34-50 കിട്ടി. 2 കുറ്റിക്കുള്ള പുട്ടുണ്ട്. ആകെ ആ ഒരു 39 രൂപയ്ക്ക് 2 കുറ്റി പുട്ടേ കിട്ടുള്ളൂ. അതിലേറെ നല്ലത് എനിക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ 10 രൂപേന്റെ ഒരു കുറ്റി കിട്ടൂലേ? 10 രൂപയ്ക്ക് ഏത് കുറ്റി ആരടാ വിൽക്കുന്നത്? ഹാഫ് പീസ് പുട്ടിനും കിട്ടും. എനിക്കറിയാം. ഉണ്ടാക്കാനുള്ള തേങ്ങ കളയണ്ട, ഗ്യാസിന്റെ ചൂട് കളയണ്ട. ഇത് കെറ്റിലല്ലേ, ഇലക്ട്രിക് കെറ്റിലിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഒഴിക്കുന്നു. അതിന് നേരെ ഒഴിച്ചാൽ മതിയോ? നേരെ ഒഴിച്ചിട്ട് മൂടി വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ചൂട് പുട്ടാണ്. അത് അങ്ങനത്തെ പുട്ടാണ്. ചൂടുള്ള നേരെ ഒഴിച്ചാൽ മതി. നമ്മൾ പണ്ട് മറ്റേ 2 മിനിറ്റ് 2 മിനിറ്റിന്റെ മാഗി പോലെ. ഇതാണോ? ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഓന്റെ വീഡിയോയിൽ ഉണ്ടാവും, എന്റെ ചാനലിലുണ്ടാവും. ഞാനത് വേണമെങ്കിൽ എന്റെ ഇപ്പൊ അങ്ങനത്തെ തൊലിച്ച സാധനങ്ങളൊന്നും ഇല്ല. ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇടാം, എല്ലാവർക്കും കാണാമല്ലോ. ഞാൻ ഇപ്പൊ പുതിയതായിട്ട് ലേറ്റസ്റ്റ് എഡേല ഹോട്ടൽ കണ്ടിട്ടുണ്ടോ? എഡേല ഹോട്ടലിൽ താങ്കളും പോയതല്ലേ? എഡേല ഹോട്ടലിൽ വെറുതെ ആളെ പറ്റി. ശരിക്കും സത്യം പറഞ്ഞാൽ 5-5 മണിയാകുമ്പോൾ ഞങ്ങൾ അന്ന് രാവിലെ തന്നെ ഞങ്ങൾ നട്ടപ്പാതിരാക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പെരിയിൽ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു വണ്ടി ഉണ്ടായി, മഴ ആയതുകൊണ്ട് എങ്ങനെയാലും ബൈക്കുമ്പോൾ പോലെടുക്കില്ല. അപ്പൊ കാർക്ക് 1000 റുപ്യൻ്റെ എണ്ണ അടിച്ചിട്ട്. നോട്ട് ദ പോയിന്റ്, 1000 റുപ്യക്ക് എണ്ണ പോയിട്ട് കോഴിക്കോട് ബീച്ചിൽ കുറച്ച് നേരം കടന്നുറങ്ങിയിട്ട് എന്നിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കുറേ ഉമ്മച്ചിക്കുട്ടികൾ. ഇതിമാത്രം ഉമ്മച്ചിക്കുട്ടികൾ എവിടെയാണ് ഇത്രയും? ഈ ഇടയിൽ ഹോട്ടലിലാണ് ഈ 5-5 മണിക്ക് എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. ഉമ്മ കേൾക്കണം. ഉമ്മരുടെ ഇടക്കിടക്ക് കുറേ എല്ലാ വീഡിയോയിലും ഞാൻ നിർബന്ധിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും കെട്ടുന്ന വരെ. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കല്യാണം നമ്മൾ വ്ളോഗാക്കും. കല്യാണം വ്ളോഗ് ഉണ്ടാവും, കല്യാണത്തിന്റെ മറ്റേ ലൈവ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതെ, ഞങ്ങളെ മറ്റേ ക്വസ്റ്റ്യൻസ് അങ്ങനെ പറഞ്ഞിട്ട് വേറെ ഒന്നും ചോദിച്ചാൽ നിൽക്കരുത്. അല്ല, നിങ്ങൾ എന്നോട് ചോദിക്കണ റെസ്പോൺസ്. അല്ല, അത് നമുക്ക് തരാം. ഇമ്മ കാണട്ടെ എന്തായാലും. ഇമ്മാനെ നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് വല്ല അവിടെ ഹൈലൈറ്റ് ഇമ്മാന്നൊക്കെ വല്ല എഴുതിക്കണം. പോട്ടെ. എന്നിട്ട് മറ്റേ ഞാൻ പറഞ്ഞുതരാം. അവിടെ കിട്ടിയ എന്തായാലോ ഒരു
പ്ലേറ്റ് ബീഫ്, ഞങ്ങളൊരു 6 പഴംപൊരി, 2 പത്തിരി, ഒരു പ്ലേറ്റ് ഉപ്പുമാവ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെന്താരോ ഇതിൽ കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാമെന്നും അറിയില്ല. പക്ഷെ ചിലർ പറയും ഓവർ ഹൈപ്പിട്ടുള്ള സാധനം പറയും. ഇപ്പം നമുക്ക് കമ്പാരിറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ ചിലർ പറയും പാരഗണത്തെ ബിരിയാണി അടിപൊളിയാണ്, കുറ്റിച്ചിരത്തെ അടിപൊളിയാണ്, ചാമ്പ്യൻസിത്തെ ഇത് അടിപൊളിയാണ്. പക്ഷെ നമുക്ക് അറിയുന്നില്ല ഇപ്പോഴും ഏറ്റവും നല്ല ബിരിയാണി ഏതാണ്. ഇപ്പോൾ ഈവൻ ഞങ്ങൾ ഇപ്പോൾ വേണ്ട, അത് വേണ്ട, അല്ല ഞാൻ ഇവിടെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്, അത് വേണ്ട, അത് നമ്മളെ എപ്പോഴും സബ്സ്ക്രൈബറിനെ ബാധിക്കും, അത് വേണ്ട, അത് ഞങ്ങൾ കൂട്ടും, റിവീൽ ചെയ്യില്ല. അപ്പോൾ ശരിക്കും ഓവർ ഹൈപ്പുള്ളൊരു സാധനം കൊടുക്കരുത്. പിന്നെ ഇത് മറ്റേ സാധനം കഴിച്ചിട്ടുണ്ട്, അതായത് ഏതാണ് കൊച്ചിത്തെ മറ്റേ ഫ്യൂഷൻ പറഞ്ഞിട്ട് ഒരു ഇൻഫ്യൂസ്ഡ് 5 പൈസക്കില്ല, മറ്റേ തള്ള പോലും സഹിക്കൂല ആ സാധനം കണ്ടിട്ട്. ഞങ്ങൾ ഒരിട്ട് തിന്നോക്കി. അതായത് ഈ ഫുഡ് ബ്ലോഗർമാര് പറഞ്ഞത് പകുതി മുക്കാലും തള്ളാണെന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലേ? അതെ, അത് തള്ളി തള്ളി. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിൽ ഇതേപോലെ തന്നെ ഈ ഫുഡ് ബ്ലോഗേഴ്സിന്റെ തള്ളു കേട്ടിട്ട് ഇതുപോലെ തള്ള നല്ല ഫുഡാണെങ്കിൽ നല്ല രീതിക്ക് തള്ളി വെക്കാന്നൊക്കെ ഓർത്തിട്ടാണ് ഇതേപോലെ ഞാൻ ഇടയിലെ ഹോട്ടലിൽ പോയത്. എന്റെ അളിയാ വായി വെക്കാൻ കൊള്ളൂല, വായി വെക്കാൻ കൊള്ളൂല. കുറെ കാശ് ഞാൻ എന്താ അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ഏതൊക്കെയാന്ന് ഞാൻ മറന്നുപോയി. എന്റെ ചാനലിൽ എന്റെ വീഡിയോസ് ചിലപ്പുണ്ട്, ഏതൊക്കെയാണെന്ന് ഞാൻ മറന്നുപോയി. അല്ല ഞാൻ ആ ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഒരു കഴിച്ചു. കഴിച്ചില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 2 യൂട്യൂബ് വ്ളോഗേഴ്സ് ഒരു കമന്റ് ഇട്ടു. അതിന് എനിക്ക് ലൈക്ക് മാത്രം കിട്ടിയത് 30 ലൈക്കാണ്. കാരണം 30 പേരും എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാ. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ തള്ളി മറിച്ചാണ്. അവിടെ ഞാൻ കഴിച്ചില്ല. ഇത് വള്ളിയാണ്. ഇപ്പൊ ഈ ടൈമിൽ നൈസായിട്ട് ഒന്ന് ഓഫ് ആക്കാൻ നല്ലത്. അപ്പൊ നമുക്ക് ഇത്ര ഉള്ളൂ വീഡിയോസിൽ ഇതാക്കാം. ഇന്നത്തെ ഉള്ളൂ, ഇത്ര ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ നമ്മളൊന്ന് പറഞ്ഞു തീർത്തില്ല. എന്ത് എന്തെങ്കിലും കുറച്ചുകൂടി പറയണ്ടേ? ഇനിയിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ വേണ്ട, ലഞ്ച് ബ്രേക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വരാം.